യോഗ യൂണിയൻ ആണെങ്കിൽ നമ്മൾ എന്തിൽ നിന്നാണ് ഡിസ്കണക്റ്റഡ്? ഈ വേൾഡിൽ നിന്നോ, അതോ നമ്മളിൽ നിന്നോ? ഒരുപാട് ആളുകൾക്ക് സ്വന്തം ബോഡിയുടെ സിഗ്നൽ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. വിശപ്പാണോ, ടയേർഡാണോ, ഓവർ സ്റ്റിമുലഡ് ആണോ, നോട്ടീസ് ചെയ്യാറില്ല. പെയിൻ വന്നാൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു. ശരിയല്ലേ? ബോഡി നമ്മളോട് കോൺസ്റ്റന്റ്ലി സംസാരിക്കുന്നുണ്ട്, പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലാസ്റ്റ് ടൈം നിങ്ങൾ കോൺഷ്യസ്ലി ബ്രെത്ത് ഒബ്സർവ് ചെയ്തപ്പോഴാണ്? ബ്രെത്ത് ഷാലോ ആണെങ്കിൽ മൈൻഡ് റെസ്റ്റ്ലെസ് ആയിരിക്കും. അതേസമയം ബ്രെത്ത് സ്ലോ ആണെങ്കിൽ മൈൻഡ് ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. സീരിയസ്ലി സീരിയസ്ലി ബ്രെത്താണ് ബ്രിഡ്ജ്, ബോഡിയും മൈൻഡും തമ്മിലുള്ള ബ്രിഡ്ജ്. സ്ട്രോങ് ആകണമെന്ന് നമ്മൾ പഠിച്ചു, പക്ഷേ ഫീൽ ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല. ദേഷ്യം വരുന്ന സമയത്ത് നമ്മളത് കടിച്ചമർത്തും, വിഷമങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് ഒഴിവാക്കും, പേടി വരുന്ന സമയത്ത് നമ്മളത് ഒളിപ്പിക്കും. അങ്ങനെ ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ എനർജി അവിടെ ബ്ലോക്ക് ആക്കും. ഒരു 5 സെക്കൻഡ്സ് സൈലൻസ് പോലും ഭയങ്കര അൺകംഫർട്ടബിൾ ആണെങ്കിൽ അത് ബോധമല്ല, ദാറ്റ്സ് വിഡ്രോവൽ. കണ്ടിന്യൂസ് നോയ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റാതെയായി. സൈലൻസ് ആണ് ക്ലാരിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. മേ ബി നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിരിക്കുന്നത് വേൾഡിൽ നിന്നല്ല, അവർ ഓൺ അവയർനെസ്സിൽ നിന്നാണ്. യോഗ നമുക്ക് ആദ്യം ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നില്ല, യോഗ ആദ്യം നമുക്ക് അവയർനെസ് ആണ് നൽകുന്നത്. യു സ്റ്റാർട്ട് നോട്ടീസിങ് യുവർ പോസ്ചർ, യുവർ ബ്രെത്ത്, യുവർ റിയാക്ഷൻസ്, യുവർ പാറ്റേൺസ്, ആൻഡ് സ്ലോലി യു റിട്ടേൺ. യോഗ എസ്കേപ്പ് അല്ല, റിട്ടേൺ ആണ്. സോ ദിസ് ഈസ് ഹൗസ് ഓഫ് കോമൺസ്. വി കൻ ഡിസ്കസ് വാട്ട് കോമൺ മൈൻഡ്സ് ഇഗ്നോർ. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇഫ് യോഗ ഇസ് അവയർനെസ്, വൈ സിറ്റിംഗ് സ്റ്റിൽ സോ ഡിഫിക്കൽട്ട് എന്നതിനെ കുറിച്ച് സംസാരിക്കും. And once again, thank you so much, and I hope to see you again soon. Bye.